304 പാർട്ട് 2 പ്രകാരം 10 വർഷം കഠിന തടവും 75 JJ ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരം 1 ഇയർ 1 വർഷം കഠിന തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വലിയ ശിക്ഷ എന്ന് പറയുമ്പോൾ കൊലപാതകമല്ല കോടതി കണ്ടെത്തിയിട്ടുള്ളത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതായത് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം വളരെ വൃത്തിഹീനവും അപകടം പറഞ്ഞതൊരു റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്താണ്. സ്വാഭാവികമായും ഈ പ്രതി ഈ ഗർഭം മറച്ചു വച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ചെയ്യാതെ ആരും അറിയിക്കാതില്ല, ആരും അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ മതിയായ സംരക്ഷണം കൊടുക്കാതെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ പ്രസവിക്കുന്നത്, ഒരു ബാത്റൂമിൽ. അതിനുശേഷം പൊക്കിൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ലാതെ അവസ്ഥയിലാണ് ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്രകാരം ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കാമെന്നുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കുണ്ടായിരിക്കും. ആ രീതിയിലാണ് 304 പാർട്ട് 2 കോടതി ഫൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ജഡ്ജ്മെന്റ് മൊത്തം നോക്കിയിട്ടില്ല. ഫൈൻ രണ്ട് ശിക്ഷ എങ്ങനെയാ സാറേ വരുന്നത്? അല്ല, അത് രണ്ടും രണ്ടായിട്ട് കൺകറന്റായിട്ട് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഒറ്റ 10 വർഷം അനുഭവിച്ചാൽ മതി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതായത് ഒരു ബയോളജിക്കൽ മദർ